ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇസ്ലാം മതം പേപ്പട്ടി മതമെന്നാണ് ഈ ഫിനോയിൽ ആസാമി എന്ന് പറയുന്ന ബ്രൂമറോ അങ്ങനെ എന്തോ ഒരു കൊണാണ്ടറാണ് ഈ വേട്ടാവളിയിൽ. ഇവൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസവും കൂടിയാണ്. കാരണം നമ്മുടെ മറുനാടൻ സാജൻ ചേട്ടനെ ഇപ്പം ഇങ്ങനത്തെ വീഡിയോകളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മറുനാടൻ ഈ ആസാമി എന്ന് പറയുന്ന ഈ ഫിനോയിൽ ചന്ദ്രനെ കുറിച്ചിട്ട് കുറേ വീഡിയോകൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും അത്തരം വീഡിയോകളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഈ ഒരു വീഡിയോ പെട്ടത്. എന്താണേലും ചേട്ടൻ കൊടുക്കുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിൽ വാർത്തകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ അപ്പി ബൈജു കെട്ട സാധനമാണ് ഈ ബ്രഹ്മ എന്ന് പറയുന്ന ഈ കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള ഈ ഫിനോയിൽ ചന്ദ്രൻ. അപ്പോൾ ഇവൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടും ഈ സമുദായത്തെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ ഇവൻ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ആർക്കും ആരെയും വിമർശിക്കാം, കുഞ്ഞാലിക്കുട്ടിയെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വരെ വിമർശിച്ചത് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ, വെള്ളിയാഴ്ച ദിവസം തലയറക്കും എന്നൊക്കെ പറഞ്ഞ്. അപ്പം അത്തരം വീഡിയോകളൊന്നും ഇവരെപ്പോലുള്ള ആൾക്കാരൊന്നും ചെയ്യില്ല. നമ്മുടെ സാജൻ ചേട്ടൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം. കേട്ടിട്ട് ഈ ഫിനോയ് ചന്ദ്രനും നമ്മുടെ ചേട്ടായിക്കുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക. കാരണം കുറേ നാൾ ഇസ്ലാമിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും മറ്റു മതങ്ങളെ വീഴ്ത്തി കാണിക്കുകയും അവരെ വളരെ മോശമായ രീതിയിൽ പച്ചത്തെറിയും വിളിച്ചുകൊണ്ടിരുന്ന സ്വാമി എന്ന് പറയുന്ന ഈ ആസാമിയുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത 2-3 ഇനങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് ഇവനെന്നുള്ളത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. സംഘപരിവാറിനെ വിമർശിക്കുന്ന ചില വീഡിയോകൾ എടുത്ത് ഞാൻ റിയാക്റ്റും ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം സംഘപരിവാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ആര് വീഡിയോ ചെയ്താലും അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് ഞാൻ പറയും. അത് നമ്മുടെ സാജൻ ചേട്ടൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തോ. സോഷ്യൽ മീഡിയ യുഗത്തിൽ ചില അവതാരങ്ങൾ ഉടലെടുക്കും. കുറച്ചു കാലം അവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. ചിലർ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രതികരിക്കുന്നവരാവും, മറ്റു ചിലർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് പ്രസംഗിക്കുന്നവരാവും. ഇത്തരത്തിൽ പല കള്ളനാണയങ്ങളെയും ഇതിനു മുമ്പ് പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, എന്നാൽ അറിയാവുന്ന ഒരു ഫിനോയിൽ രമേശൻ എന്ന് വിളിക്കുന്ന തൃശ്ശൂരുകാരൻ ഒരാൾ. ഒരു കാവി ഉടുപ്പൊക്കെ എടുത്ത് തലയിൽ ഒരു കളസമൊക്കെ കെട്ടി നീണ്ട നരച്ച താടിയുമായി അയാൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് പച്ചത്തെറി വിളിക്കും. സ്വാമിയാണെന്ന് പറയുന്നത് പച്ചക്കള്ളവും പച്ചത്തെറിയെ വിളിക്കൂ. ഞാൻ ഇയാളെ കാണാൻ തുടങ്ങുന്ന സമയത്തെ ഇയാൾ ഒരു കടുത്ത ഇസ്ലാമിക പക്ഷപാതിയാണ്. ഇസ്ലാമാണ് ശരി, ഇസ്ലാമിക ദൈവം മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റാണെന്ന് പറഞ്ഞൊരു സ്വാമി. ആലോചിച്ച് നോക്കിയേ, ഒരാൾ ഹിന്ദു സ്വാമിയാണെന്ന് പറയുന്നു, ഇയാൾ ഇസ്ലാമിന് വേണ്ടി മറ്റു മതങ്ങളെ ചീത്ത വിളിക്കുന്നു. ഏറ്റവും അധികം ഇയാൾ പരിഹസിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയാണ്. തൂക്കിയിട്ടിരിക്കുന്ന ശവം എന്നൊക്കെയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അത്ര നെറുകെട്ട രീതിയിൽ ഇയാൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞൊരു വാചകം കേൾക്കുക. എല്ലാ പള്ളികളുടെ മുമ്പിലും കൊണ്ടുവച്ചിട്ടുണ്ട് ഒരുത്തരം തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയിട്ടുള്ള സാധനം. നമ്മൾ ഇതന്നെ ഈ സാധനം കൊണ്ടിട്ട് എല്ലാ പള്ളിയുടെ മുമ്പിലും കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് താൻ പോകുന്നത്. പോപ്പുലർ ഫ്രണ്ട് തനിക്ക് പണം തരാറുണ്ടെന്നൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. ഇയാളുടെ വൃത്തികേടുകൾക്കെതിരെ ഞാൻ ഒരിക്കൽ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരിച്ചതോടെ ഇയാൾ നിരന്തരം എന്നെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുമായിരുന്നു. അതിലൊരെണ്ണം കേൾക്കുക. ഹിന്ദു വിശ്വാസത്തിന്റെ പേരിൽ ആരെങ്കിലും സംഘപരിവാറിലേക്ക് ഒഴുകുന്നെങ്കിൽ അവരെ തടഞ്ഞു നിർത്തുക, കാഷായ വേഷമണിഞ്ഞ് CPM-നും ഇസ്ലാമിസ്റ്റുകൾക്കും പിന്തുണ കൊടുക്കുക എന്നത് മാത്രമാണ്. അത് ഷിബുസ്വാമി ഉത്തരവാദിത്ത ബോധത്തോടെ ചെയ്തു പോരുന്നു. അതിന് പ്രതിഫലമായി ഷിബുസ്വാമിയുടെ ആശ്രമം, ആർക്കും വേണ്ടാതെ കാട് പിടിച്ചു കിടക്കുന്ന ആശ്രമം സർക്കാർ ഏറ്റെടുക്കുകയാണ് ഔഷധിയുടെ പേരിൽ. കുറെ കാലമായി അത്തരം ചർച്ചകൾ തുടങ്ങിയിട്ട് വിപണിയിലില്ലാത്ത വില കൊടുത്ത് സർക്കാർ അത് വാങ്ങും. ഇയാളുടെ സന്യാസത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന്. ഒരു ഹിന്ദു സന്യാസിയെ സംശയിക്കാൻ ഏതാ കൃസംഗി നായിന്റെ മോനെ നീ ആരാ? നീ ആരാണ്ട എരപ്പാളി, മറുകാടൻ എരപ്പാളി, നീ ആരാണ്ട ഒരു ഹിന്ദു സന്യാസിയുടെ വണ്ണവും നീളവും അളക്കാൻ നീ ആരാ? നിന്നെ ആരാണ് ഇതിനെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? നിന്റെ വകുപ്പിൽ കുറെ എണ്ണുണ്ടല്ലോ. അതിവിടെ നാട്ടുകാരെ അളന്നിട്ടുമുണ്ട്. പൂതർക്ക, കോട്ടുകുലാൻ, ഫ്രാങ്കോ, റോബിൻ, ഇനി കേൾക്കാത്ത പേര് വേറെ. എന്നാൽ ഇയാൾ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന വാർത്ത ഞെട്ടലോടുകൂടിയാണ് ഞാൻ കേട്ടത്. കാരണം ഇയാൾ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് പണ്ടേ അറസ്റ്റ് ചെയ്യേണ്ടത്. അത്രമാത്രം മതനിന്ദകൾ, അതായത് ഇസ്ലാമിക പക്ഷത്ത് നിന്നുകൊണ്ട് ഹിന്ദു ദൈവങ്ങളെയും ക്രൈസ്തവ വിശ്വാസത്തെയും അതുപോലെ അധിക്ഷേപിക്കുമായിരുന്നു. 1-2 നിരവധി അധിക്ഷേപങ്ങളുണ്ട്. എന്നെ മറുകാടൻ, എരപ്പാളി എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കുക, നിരവധി ആളുകളെ ചീത്ത വിളിക്കുമായിരുന്നു. ഇയാൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇയാൾ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പണം കൊടുത്ത് വളർത്തിയെടുക്കുന്ന ഒരു കള്ളസ്വാമിയാണെന്ന്. ഇയാൾ ഇസ്ലാമിനെതിരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിക നേതാക്കളെ ചീത്ത വിളിക്കുന്നു, കുഞ്ഞാലിക്കുട്ടിയെ തെറി വിളിക്കുന്നു. അങ്ങനെ ഇവരുടെ ബദ്ധശത്രുവാണ് ഇയാളെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. എന്തായാലും ആ തെറിവിളി അയാളുടെ ഭാവി നിർണ്ണയിച്ചു. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയെ പച്ചത്തെറി വിളിച്ച് ഇസ്ലാമിക വിശ്വാസത്തെ അധിക്ഷേപിച്ച് അയാൾ സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുകയായിരുന്നത്രേ കഴിഞ്ഞ നാളുകളിൽ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇതേ തുടർന്ന് പരാതികളുണ്ടായി. അയാൾ അറസ്റ്റിലാക്കപ്പെടുകയും ചെയ്തത്രേ. ഹാരിസ് മദനി ഇയാളെ തുറന്നു കാട്ടുന്ന ഒരു വീഡിയോ ഈ ദിവസം മാത്രമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിലെ ചില ഭാഗങ്ങൾ കാണാം. സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ പേര് കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. ആള് നല്ല ഒന്നാന്തരം ഉഡായിപ്പാണ്.
സ്വാമി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സ്വാമിമാരെ പോലെയൊന്നുമല്ല. ആള് നല്ല ഒന്നാന്തരം ഉഡായിപ്പാണ്. നല്ലതുപോലെ അഭിനയിക്കാൻ, കാര്യം നേടാൻ വേണ്ടി എന്തും പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയോ? ആ നടനെ ഒന്ന് കണ്ടോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അല്ലാഹുവിന്റെ നാമത്തിൽ സ്തോത്രം അല്ലാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിപ്രദിനത്തിന്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ മാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിന്റെ കോപത്തിന് പാത്രമായവരെ, വഴിപിഴച്ചവരെ അവരുടെ മാർഗത്തിലേക്കല്ല. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ കണ്ടിട്ടാണ് കുറേ സാധുക്കളായ മുസ്ലിമീങ്ങൾ ഇയാളെന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇയാളെ പൊക്കി തലേ കയറ്റിയത്. അങ്ങനെ തലേ കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ മൂപ്പർക്കൊരു തോന്നല്, ഒരു വീട് പണിത് കളയാം. വീടിന് മൂപ്പര് പറയുന്നത് കൂടെന്നാണ്. കാരണം ആള് ഭയങ്കര ലാളിത്യമുള്ള ആളാണെന്ന് വരുത്തി തീർക്കണമല്ലോ. എന്നിട്ടോ ആളുകളോട് ആ കൂടിന് വേണ്ടി പിരിവ് ചോദിക്കുക. അങ്ങനെ മൂപ്പരുടെ 6 അടി മണ്ണിന് വേണ്ടിയുള്ള സഹായം ചോദിച്ചപ്പോഴേക്കും കേട്ട പാതി കേൾക്കാത്ത പാതി കുറേ മുസ്ലിമീങ്ങൾ കൈ അയച്ച് പൈസ അയച്ചു കൊടുത്തു. ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇയാളെ സ്വാമിയായി അന്നും വിശ്വസിച്ചിട്ടില്ല. എന്റെ വീട് എന്നതിലുപരി നമ്മളുടെ വീട് ആണെന്നുള്ളത് സത്യമാണല്ലോ. അതൊരു ഭംഗിവാക്കല്ലല്ലോ വാസ്തവത്തില്. കഴിഞ്ഞ ദിവസം ഇയാൾ വന്നിട്ട് പറയാണ്, കൂട്ടത്തിൽപ്പെട്ട് മുസ്ലിം നാമധാരികളെ ഒരാള് പോലും ഒരു ചില്ലിക്കാശ് എനിക്ക് തന്നിട്ടില്ല. എല്ലാവർക്കും സന്തോഷമായില്ലേ? യഥാർത്ഥത്തിൽ സകലരെയും പറ്റിച്ച് പണമുണ്ടാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഫിനോയിൽ കച്ചവടത്തെക്കാൾ ലാഭമാണ് ഏതെങ്കിലും ഒരു മതത്തെ തെറിവിളിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞായിരുന്നു അയാൾ ഈ അഭ്യാസം തുടങ്ങിയത്. ഇയാൾ നോമ്പെടുക്കുകയാണെന്ന് പറഞ്ഞ് UAE പോയിട്ട് അതിനുപേരിൽ ഗൂഗിൾ പേ വഴി ഫണ്ട് ശേഖരിച്ച ആളാണ്. എന്നാൽ ഇപ്പോൾ സകലരാലും വെറുക്കപ്പെട്ടവനായിരിക്കുന്നു. ഒടുവിൽ ജയിലിലുമായിരിക്കുന്നു. ഫിനോയിൽ രമേശൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ തീർത്ഥ ഷിബുസ്വാമി കുറച്ചുകൂടി CPM-കാരോടാണ് ചേർന്ന് നിൽക്കുന്നത്, ഇസ്ലാമിസ്റ്റുകളോടല്ല. CPM-ന്റെ ഭാഗമായ ഇസ്ലാമിക പിന്തുണ മാത്രമേ ഉള്ളൂ. എന്നാൽ ഫിനോയിൽ രമേശൻ ഇസ്ലാമിസ്റ്റുകളുടെ സ്വന്തം സ്വാമിയാണ്. CPM അതിന്റെ മേമ്പടിയായി വരുന്നു എന്ന് മാത്രം. അതാണ് അപകടകരമായ ഒന്ന്. ഈ ഫിനോയിൽ രമേശൻ ഒരു പ്രസംഗത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തനിക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണയും സാമ്പത്തിക സഹായവും ഉണ്ടെന്ന്. ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് എന്റെ ശ്രദ്ധയിലുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് ചടങ്ങിന് വിളിച്ചതും കാശ് തന്നതുമൊക്കെ. അങ്ങനെ ഇസ്ലാമിസ്റ്റുകളുടെ വക്താവായി ഇസ്ലാമിനെയും ഇസ്ലാമിക ചിന്താഗതികളെയും ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി കാഷായ വേഷം ധരിച്ച ഒരു കള്ള സന്യാസിയാണ് ഫിനോയിൽ രമേശൻ എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ തീർത്ഥ. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് കേട്ടോ ഈ 2 വേട്ടാവളിയന്മാരും. കാരണം ഇവനും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ പ്രവൃത്തിയാണ്. ഈ കാഷായ വസ്ത്രം ധരിച്ചിട്ടുള്ള ഈ ഊള പച്ചത്തെറിയാണ് പറയെങ്കിൽ അതിൽ ഇച്ചിരി കൂടെ മാന്യമായ രീതിയിൽ പൊടിക്രിയകളൊക്കെ ചെയ്തിട്ട് സംഘപരിവാറിന് വേണ്ടി വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാന്തരം കൃസംഖ്യ തന്നെയാണ് ഇയാളെന്നുള്ളതിൽ ഇപ്പോഴും എനിക്കൊരു സംശയമില്ല. ഞാൻ ഇയാളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ ചാനൽ അടിച്ചു കളയാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഇയാൾ കാണിക്കുന്ന ഈ ഊളത്തരം ഇപ്പം ഇയാൾ പലരുടെയും വോയിസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വീഡിയോകൾ എടുത്തുകൊണ്ട് ഇയാളും റിയാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ള അതേ പരിപാടി തന്നെയാണ് ഇയാളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ്. ഇപ്പം കാഷായ വസ്ത്രം ധരിച്ച ഈ ഫിനോയിൽ ചന്ദ്രനെ പോലീസ് പൊക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത്. അത്ര വലിയ പുണ്യാളനോ അത്ര വലിയ സത്യസന്ധനോ ഒന്നും അല്ല ഈ വാർത്ത ഇപ്പോൾ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കണ്ട നിങ്ങൾ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും